നമസ്കാരം, ഐശ്വര്യയാണ്. നമ്മുടെ വയലിനിസ്റ്റ് ബാലുവിൻ്റെ വൈഫ് ഈ 6 വർഷത്തിന് ശേഷം ഇന്നലെ മനോരമ ന്യൂസിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ ബാലുവിനെ സ്നേഹിക്കുന്നവരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ കണ്ടു, ആ സമയത്ത് തന്നെ കണ്ടു. പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ ആ വീഡിയോ ഇൻ്റർവ്യൂ പിന്നെയും കണ്ടു. അതിൽ നിന്ന് എക്സ്ക്ലൂസീവ് ഒരു ഇൻ്റർവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. യാതൊരു പ്രത്യേകിച്ചൊന്നും അതിനകത്തുനിന്ന് പറഞ്ഞിട്ടില്ല. ഈ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് മാധ്യമധർമ്മം എന്നൊരു കാര്യമുണ്ട്. അത് മനോരമ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഒരു ജേർണലിസവും വേണ്ട, സാധാരണ ഒരു കോമൺ സെൻസ് വിചാരിച്ചാൽ തന്നെ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ലക്ഷ്മിയിൽ നിന്ന് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഒരു 10 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ 10 ആൻസർ എങ്കിലും മിനിമം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. ഇൻക്ലൂഡിങ് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടുമില്ല, ആൻസർ പറഞ്ഞിട്ടുമില്ല. ഇതിനകത്ത് എനിക്ക് കേട്ടിടത്തോളം തോന്നിയ കുറച്ച് പ്രിപ്പയർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അത് മുൻകൂട്ടി ഇവരുടെ കയ്യിൽ കൊടുക്കുകയും അവരതിനുള്ള ആൻസർ കാണാതെ പഠിച്ച് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആ സ്ത്രീയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്നേഹമുള്ള ഭാര്യയ്ക്ക് അതിന് കഴിയില്ല. അത് ചെയ്യുന്നവരുണ്ടാകാം മേ ബി. പക്ഷേ ഒരിക്കലും അവരത് ചെയ്തിട്ടുണ്ട് എന്നൊന്നുമല്ല. പക്ഷേ അവരെവിടെയൊക്കെയോ ആരെയൊക്കെയോ പോളിഷ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ഇൻ്റർവ്യൂ കൊണ്ട് അവരെന്തിനാണോ ശ്രമിച്ചത് അത് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. കുറച്ച് ആൾക്കാർ ഈ ഇൻ്റർവ്യൂ കാണുന്ന ആ സമയത്ത് അവരോടൊരു സിമ്പതി തോന്നും. എങ്കിലും ആ ഇൻ്റർവ്യൂ ബുദ്ധിയുള്ളവർ പിന്നീട് ഒരു 2 വട്ടം കണ്ടാൽ അവർക്ക് മനസ്സിലാവും. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ മേൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ചിലർ പറഞ്ഞിട്ട്, ഇപ്പം കലാഭൻ സോബി പറഞ്ഞത് തെറ്റാണ് എന്നവർ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അടുത്ത ദിവസമായിരുന്നല്ലോ അവരുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട്, ഇവരുടെ ഒരു സുഹൃത്ത് പറഞ്ഞു. ആ സുഹൃത്തിനോട് ഈ ലേഡി പറഞ്ഞു, അല്ലെങ്കിൽ ലക്ഷ്മി പറഞ്ഞു, ബാലഭാസ്കറിൻ്റെ ഭാര്യ പറഞ്ഞു, അവൻ്റെ കുറച്ച് ആക്രി സാധനങ്ങളുണ്ട്, അവനോ പോയി ഇനി അത് എടുത്ത് വിൽക്കണമെന്നോ എടുത്ത് കളയണമെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ചോദ്യകർത്താവിനെ ചോദിക്കാം, ലക്ഷ്മിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു, അതിനകത്ത് എന്താണ്? ഞാൻ മനസ്സാ വാച അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സ്ത്രീക്ക് പറയാം. ബാലഭാസ്കറിൻ്റെ പേരൻസിനോട് കാണിച്ചിരിക്കുന്ന അവഗണന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്ത് ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ അവർക്കത് പറയാം. 20 വയസ്സ് 19 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സിലേക്ക് കയറുന്ന മകൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു പേരൻസും കൈനീട്ടി സ്വീകരിക്കില്ല. ഞാനാണെങ്കിലും സ്വീകരിക്കില്ല. എൻ്റെ മകൻ 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പോകുകയെന്ന് വെച്ചാൽ ഒരു കുട്ടിയുള്ളത് സുഖമില്ലാത്തൊരു പെൺകുട്ടി, ഒരു വീട് പോലുമായിട്ടില്ല, ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു, 20 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പം അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കലൊന്നും പോസിബിൾ അല്ല. പിന്നീട് പിണക്കങ്ങൾ പിന്നീട് മാറാമായിരുന്നു. അത് മാറാത്തത് ശരിയായില്ലെന്ന് പറയാം. ഓക്കെ. പക്ഷേ 20 വയസ്സിൽ മകൻ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുമ്പം അതിനെ ഏത് പേരൻസാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ആരും ചെയ്യത്തില്ല. നമ്മൾ സാധാരണക്കാരാണെന്നേ, നമ്മളതൊന്നും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല, നമ്മളതിനെ എതിർക്കുകയേ ചെയ്യുള്ളൂ. നല്ല പേരൻസാണ് നമ്മൾ എതിർക്കുകയേ ചെയ്യുള്ളൂ. അതാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെയൊക്കെ അവർ എടുത്തു പറയുന്നുണ്ട്. ആ ദേഷ്യമായിരിക്കാം ഇപ്പോഴും കാണിക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ തമ്പി എന്ന് പറഞ്ഞ ആളും ഈ അർജുൻ ആയിക്കോട്ടെ, ഇവരെല്ലാം ക്രിമിനൽസാണ്. അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കുന്നു, അവരുടെ ആ ക്രിമിനൽ ആയിരുന്നു വരുന്നു, അത് കഴിഞ്ഞിട്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇവരെ എല്ലാവരെയും പിടിച്ചതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പു എന്നൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് പറയുന്നു. 6 വർഷമായിട്ട് അർജുൻ എന്നൊരാളോട് ഈ പറയുന്ന ലക്ഷ്മിക്ക് ഒരു ബന്ധവും ഇല്ലെങ്കിൽ അവരുടെ പെറ്റ് നെയിമൊന്നും വായിൽ വരത്തില്ല. ഹ്യൂമൻ സൈക്കോളജിയാണത്. അർജുൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്, അപ്പു എന്ന് പറയുന്നുണ്ട്. അപ്പു, അർജുനെയാണ് അപ്പു എന്ന് വിളിക്കുന്നത്. ഒരിക്കലും അങ്ങനെ. ഇപ്പം എൻ്റെ ഭർത്താവിനെ ഒരു ആപത്ത് സംഭവിച്ചിട്ട് അവർ പറയുന്നത് അവൻ അല്ല വണ്ടി ഓടിച്ചത് എന്നവൻ പറഞ്ഞത്, ഞാനും മരിച്ചു പോവും, എല്ലാം പോവും, അപ്പോൾ അവൻ വണ്ടി ഓടിച്ചാൽ അവന് കുറ്റമാവുമെന്ന് കരുതി അവിടെ പോളിഷ് ചെയ്യുകയാണ്. അവനാ പറഞ്ഞത് ശരിയാണോ? നീതിന്യായ വ്യവസ്ഥയും ജീവനും ഒക്കെ വെച്ച് കളിക്കുകയാണ്. അവന് ലൈസൻസ് ഉണ്ട്, വണ്ടിക്ക് ഇൻഷുറൻസും ഉണ്ടെങ്കിൽ അഥവാ അവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണ് എന്നുണ്ടെങ്കിൽ അവനെ ആരും പിടിച്ച് ജയിലിലൊന്നും ഇടത്തില്ലല്ലോ, അവന് തൂക്കയറൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവിടെ നുണ പറയേണ്ട ഒരാവശ്യമുണ്ടോ? അവന് പേടിക്കത്തക്ക ശിക്ഷകളൊന്നും അവന് ലഭിക്കില്ലല്ലോ, സാമാന്യ മനുഷ്യർക്ക് കിട്ടാവുന്ന പണിഷ്മെൻറ്റ്സ് അല്ലാതെ.
അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ഫോൺ പേഴ്സ് തന്നു. പേഴ്സിനകത്ത് നിന്ന് എന്തുണ്ട് എടുക്കാനാണ്. ഫോൺ കുറച്ച് ദിവസം ഞാൻ കയ്യിൽ വെച്ചോട്ടെ, ക്രിമിനൽസാണ് ഈ കയ്യിൽ വെച്ചോട്ടെ ചോദിക്കുന്നത്. ഇരുന്നോട്ടെ, അത് അയാളുടെ ഭാര്യയാണ് സ്വന്തം ഭർത്താവിൻ്റെ ഫോൺ കയ്യിൽ വെക്കുന്നതിന് അതിന് അന്തസ്സുണ്ട്. കാമുകിയാണെങ്കിലും അന്തസ്സുണ്ട്. ഇത് ഈ തമ്പി എന്ന് പറഞ്ഞാൽ അയാളുടെ ആരാണ്? അല്ലെങ്കിൽ ഈ ബാലഭാസ്കറിൻ്റെ പേരൻസിൻ്റെ കയ്യിലാണതെങ്കിൽ അംഗീകരിക്കാം. 2 ദിവസം വെച്ചോട്ടേ ചോദിച്ചപ്പോൾ എന്ത് ബന്ധത്തിൻ്റെ പുറത്താണ് തൻ്റെ ഭർത്താവ് ഈ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ലക്ഷ്മിയുടെ പേരൻസ് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസം ഞാനത് കൈ വെച്ചോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് തിങ്ക് ചെയ്തൂടെ? ഇങ്ങനൊരു മരണം സംഭവിച്ചെടുത്ത് അവൻ്റെ ഫോൺ വേണ്ട, ഞങ്ങൾക്ക് വേണം, അർജൻറ്റാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിച്ചൂടെ? ഇവർ പറയുന്ന ഒരു തൃശ്ശൂരുള്ള ഒരു ആയുർവേദ ഒരു സ്പാ പോലെ റിസോർട്ട് പോലെ നിന്നാണ് ഈ അർജുനെ ഇവർക്ക് പരിചയപ്പെടുന്നത്. അവരുടെ റിലേറ്റീവാണ്. അപ്പോൾ ഈ വണ്ടി ഓടിച്ച് ഒന്നുകിൽ സ്പീഡിൽ ഓടിച്ച് പറ്റിയ അപകടമാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവും കുട്ടിയും നഷ്ടപ്പെടാൻ കാരണം അവൻ്റെ അശ്രദ്ധമായ വണ്ടി ഓടിയിലാണല്ലോ, വേറൊന്നും അല്ലെങ്കിൽ. പിന്നെ അതിനോട് സഹകരിക്കാനോ ആ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആ മനുഷ്യത്വമുള്ളൊരു മനുഷ്യർക്ക് പറ്റുമോ? പിന്നീടും ഈ പറഞ്ഞ സ്ഥലത്തെ സ്ത്രീ ഈ ലക്ഷ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു. ലക്ഷ്മിയെ കാണാൻ ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ, ബാലുവിൻ്റെ അച്ഛൻ വരുമ്പം ഇവരവിടെ ഉണ്ട്. ഇവരെ കണ്ടപ്പം ബാലുവിൻ്റെ അച്ഛന് ഭയങ്കരമായിട്ട് ചോദിച്ചു, ഇവരെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? സ്വാഭാവികമല്ലേ തൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരെന്ന് സംശയിക്കുന്ന ആൾക്കാർ ലക്ഷ്മിയുടെ കൂടെ നിൽക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? ആ മനോരമ ന്യൂസ് വേണമെന്ന ഒരു 10 ചോദ്യമെങ്കിലും ചോദിച്ചു, ഒരു 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അർജുനാണ് വണ്ടി ഓടിച്ചത്, അന്നേരം എങ്ങനെയായിരുന്നു? അവർ കണ്ണടച്ച് ഉറക്കമായിരുന്നു. അവർക്ക് ഉറങ്ങിപ്പോയവർക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അവർ കണ്ണ് തുറക്കുമ്പോൾ അർജുനാണ് വണ്ടി ഓടിച്ചത്. ദാറ്റ്സ് ഓൾ. ഇതൊന്നും എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ലക്ഷ്മി ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും ലക്ഷ്മിയാണ് ബാലഭാസ്കറിനെ കൊന്നതെന്നോ അല്ലെങ്കിൽ ബാലഭാസ്കറിന് അത് സംഭവിച്ചതിന് ലക്ഷ്മിക്ക് കൈയുണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്. ലക്ഷ്മി എന്തിനാണ് ഈ പോളിഷ് ചെയ്യുന്നത്? ഈ തമ്പിയെ പോലെയുള്ള ആൾക്കാരെ, അർജുനെ പോലെയുള്ള ആൾക്കാരെ, എനിക്ക് അയാളെ അർജുനെയാണ് അപ്പു എന്ന് പറയുന്നത് ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് 6 വർഷം ആയി ഈ സംഭവം നടന്നിട്ട്. 6 വർഷത്തിന് മുൻപോ അങ്ങനെയുള്ള അർജുൻ എന്ന് പറഞ്ഞ അവൻ തന്നെ ഒരു പെറ്റിനെയും പോലും നമ്മുടെ വായിൽ വരില്ല. അവൻ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടാണ് തൻ്റെ കുഞ്ഞും ഭർത്താവും പോയെന്നുള്ളൊരു വിദ്വേഷം പോലും അവനോടില്ല. അവനറിയാതെ ഒരു കേസിൽ ചെന്ന് പെട്ടതുകൊണ്ട് ആണ് ബാലു അവനെ കൂടെ കൂട്ടിയതെന്ന്. ഇവരുടെ കൂടെ സഹകരിച്ചവർ മൊത്തം ക്രിമിനൽസാണ്. സ്വർണ്ണക്കള്ളക്കടത്തും പിടിച്ചുപറി അടിയും പിടിയും ഒക്കെ ആയിട്ടുള്ള. ഒന്നും വേണ്ട, ലക്ഷ്മി ഇത്രയും ചിന്തിക്കുക. ബാലുവിൻ്റെ അച്ഛനും അമ്മയും ബാലുവും കൂടി ഒരു യാത്രയിൽ പോയി, ബാലുവും കുഞ്ഞും മരിച്ചുപോയി. അപ്പോൾ ലക്ഷ്മി മിണ്ടാണ്ടിരിക്കുമോ? ബാലുവിൻ്റെ പേരൻസ് കാണിക്കുന്ന അതേപോലെ ലക്ഷ്മി ഇപ്പുറത്ത് നിന്ന് നിങ്ങൾ പറയണം, എന്താ നടന്നതെന്ന് പറയണം. അപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്നവൻ ക്രിമിനൽ ആണെന്നും അതുമായി കണക്റ്റഡ് ആയിട്ടുള്ളവർക്കെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നും അറിയുമ്പം ലക്ഷ്മി അടങ്ങിയിരിക്കുമോ ഒരു ഭാര്യ എന്ന നിലയിൽ? ഇല്ല. അത് തന്നെ ബാലുവിൻ്റെ വീട്ടുകാരും കാണിച്ചിട്ടുള്ളൂ. ബാലഭാസ്കറിൻ്റെ വീട്ടുകാരെ ഒരിക്കലും കുറ്റം പറയേണ്ട ആവശ്യമില്ല, ഒരിക്കലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നിരിക്കുന്ന തെറ്റ്, കല്യാണം കഴിഞ്ഞും വർഷങ്ങൾക്ക് ശേഷം അവർ നന്നായി ജീവിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ക്ഷമിച്ച് മുന്നോട്ട് പോരായിരുന്നു. ആ ഒരു പോയിന്റിൽ മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുള്ളൂ. 20 വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പം നമുക്ക് അഷ്ടമംഗല്യം കൊടുത്ത് കയറ്റാനൊന്നും പറ്റത്തില്ല. 20 വയസ്സുള്ള ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10 വർഷം കൂടെ കഴിയാതെ അവന് അതിനുള്ള പ്രാപ്തിയാകത്തില്ല. സ്വാഭാവികമാണ് ഇതൊക്കെ. പക്ഷേ ലക്ഷ്മി ഇവിടെ ഒരു ഉത്തരവും പറഞ്ഞില്ല. മനോരമ ന്യൂസ് ചെയ്ത എന്താണെന്നറിയാം, ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് റീച്ച് കൂട്ടി. അല്ലാതെ അവർ ഉണ്ടേയും ചോദിച്ചിട്ടില്ല. ഒരു മാധ്യമ ധർമ്മവും അവരതിൽ പാലിച്ചിട്ടില്ല. കുറ്റവാളികളെ പോളിഷ് ചെയ്തിട്ട് 1-2 വർത്തമാനങ്ങളല്ലാതെ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് ഒന്നും അവർ ചോദിച്ചിട്ടില്ല, ലക്ഷ്മി പറഞ്ഞിട്ടില്ല. ഇത് കൂടുതൽ ലക്ഷ്മി എന്തൊക്കെയോ മറക്കുന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ എന്തൊക്കെയോ, ഒരുപക്ഷെ ലക്ഷ്മിക്ക് അവരിൽ കുറ്റം കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അവർ തെറ്റ് ചെയ്തെന്ന് ലക്ഷ്മിക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും. അത് ലക്ഷ്മിയുടെ ആംഗിളില്ല. ലക്ഷ്മിയുടെ ഭർത്താവും കുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നിൽക്കുന്ന നമ്മളെക്കാൾ വേദന നിങ്ങൾക്ക് തന്നെയാണ്. നമുക്ക് നഷ്ടപ്പെട്ട ഒരു കലാകാരനെ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും ജീവൻ്റെ ജീവനുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആ ചൂടും ആ ഒരു വേദനയൊന്നും അങ്ങനെയല്ല സഹോദരി വേണ്ടുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം നോർമൽ ഇതായിക്കോട്ടെ, സ്പീഡിൽ ഒരുത്താൻ വണ്ടി ഓടിച്ചത് മുഖാന്തരമാണ് അത് സംഭവിച്ചെങ്കിൽ അവനോടും താങ്കൾക്ക് വിദ്വേഷമില്ല, അവനെ തന്ന വീട്ടുകാരോടും താങ്കൾക്ക് വിദ്വേഷമില്ല. അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള കൊലപാതക കേസിലെയും പെൺവാണിഭ കേസിലെയും സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതികളാണെന്നുള്ളതിലും താങ്കൾക്ക് ഒരു ഇതുമില്ല, ഒന്നുമില്ല. താങ്കൾക്ക് ആകെ പരാതിയോ അല്ലെങ്കിൽ ഒരു
പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കൊലപാതകമാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഓടിച്ചെന്ന് പറയാം. ആ ഫീലിങ്സിനെ ഞാൻ സമ്മതിക്കുന്നുണ്ട്, ശരിയായിരിക്കും. പക്ഷെ നിങ്ങൾക്കത് തോന്നുന്നില്ല. അത് കൊലപാതകക്കാരും നിങ്ങൾ മറ്റാരേക്കാളും ഇവരെയൊക്കെ വിശ്വസിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തിനെങ്കിലും ഭയക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവനെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഇതായിരിക്കാം ചിലപ്പം. നമുക്കാർക്കും കാണുന്ന ആംഗിളിൽ ലക്ഷ്മിക്ക് കാണാൻ പറ്റുന്നില്ല അർജുനെയോ തമ്പിയോ ഒന്നും, അല്ലെങ്കിൽ അവരുടെ ആ തൃശ്ശൂരെ പേരെടുത്ത് പറയുന്നില്ല ആ സ്ഥാപനം അല്ലെങ്കിൽ ആ റിസോർട്ട് നടത്തുന്ന അവർക്കാണ് ലക്ഷങ്ങൾ ബാലു കൊടുത്തിരിക്കുന്നത്, കടം കൊടുത്തിരിക്കുന്നത്. അത് ലക്ഷ്മിക്കും അറിയാവുന്നതാണ്. അപ്പം അവരോടൊന്നും ലക്ഷ്മിക്ക് പരാതിയില്ല. എന്തുകൊണ്ട്? എൻ്റെ ഒരാൾ വാഹനം സ്പീഡിൽ ഓടിച്ചിട്ട് എൻ്റെ കുഞ്ഞൊന്ന് വീണാൽ അതിൻ്റെ കാറൊന്ന് മുറിഞ്ഞാൽ പിന്നീട് എനിക്ക് പറ്റില്ല അവരെ അക്സെപ്റ്റ് ചെയ്യാൻ. എനിക്കൊരിക്കലും പിന്നെ അവരോട് സ്നേഹം ഉണ്ടാകത്തില്ല. എനിക്കൊന്ന് സൂക്ഷിച്ച് ഓടിക്കാൻ പറ്റിയില്ലേ, തീർച്ചയായിട്ടും എനിക്കൊരിക്കലും അവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പം സ്വന്തം ഭർത്താവും കുട്ടിയും മരണപ്പെടാൻ കാരണമായവരെ ഇങ്ങനെ പോളിഷ് ചെയ്ത് സംസാരിക്കുന്നത് ഒട്ടും മാന്യതയില്ല. അതിലുപരി മനോരമ 10 ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിപ്പിച്ചു. ലക്ഷ്മി അത് നല്ല വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്തു. പക്ഷേ കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടോ. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതിലും നല്ല പിടിക്കുകയാണ്. ആ കണ്ണുകളൊക്കെ നല്ല രസമുണ്ട്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഒരിക്കലും ഒരു ഭാര്യയും തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായവരെക്കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരിച്ചത് ശരിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ വേദന നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങളുടെ അവനവൻ്റെ കുടുംബത്തിലുണ്ടായതിൻ്റെ വേദന അറിയുള്ളൂ എന്ന് ആൾക്കാർ പറയായിരിക്കും. സത്യമാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ നമ്മളിങ്ങനെ ഇരിക്കില്ല. കാരണക്കാരായവരോട് തീർച്ചയായിട്ടും പ്രതികരിക്കും. ഒരു കാരണം പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യം കൊണ്ട് സ്പീഡിൽ അയാൾ ഉറങ്ങിപ്പോയതാണെങ്കിൽ പോലും അവനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഒരു സ്ത്രീക്കും ക്ഷമിക്കാൻ പറ്റില്ല. അവിടെയും അവരെ പോളിഷ് ചെയ്യുന്നു. ഇവരൊക്കെ കൊലപാതകങ്ങളും കുറ്റക്കാരും എന്നൊക്കെ പറയുന്നത് വളരെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നുമില്ല മനോരമ. എന്തോ മാധ്യമധർമ്മമാണ് നിങ്ങളിവിടെ പാലിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരു സാധാരണക്കാരനെ വിത്തൗട്ട് പ്രിപ്പറേഷൻ കൊണ്ടുവന്നിരുത്തുക. സാധാരണ ജനങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടാവും 10 ചോദ്യങ്ങൾ, അതുപോലും ചോദിക്കാൻ കഴിവില്ലാത്ത ചോദ്യകർത്താവിൻ്റെ കുഴപ്പമല്ല. ഇത്രയും ചോദിക്കാവുള്ളൂ. ഇത്രയും ആൻസറും പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് ലക്ഷ്മി വെൽ പ്രിപ്പയർഡായിട്ട് കാണാതെ പഠിച്ച് പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് പ്രസൻറ്റ് ചെയ്യുക. ഇത്രയും ചോദിക്കാൻ പാടുള്ളൂ ലക്ഷ്മിയോട് ഇത്രയും ചോദിക്കാൻ പാടുള്ളൂ, ഇത്രയേ മറുപടി പറയത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് കുറേ റേറ്റ് കൂടും. ഇതിൽ നിന്ന് നിങ്ങൾ സാധാരണക്കാർ ഓഡിയൻസിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ കാത്തിരുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടാനും പോകുന്നില്ല. കാരണം ലക്ഷ്മി ഇപ്പോൾ പുറത്ത് വന്നത് ഈ കേസ് ഇവിടെ കൊണ്ട് തീരാമെന്ന് ലക്ഷ്മിക്ക് തന്നെ ബോധ്യമുണ്ട്. ഇനി പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാനും പോകുന്നില്ല. കണ്ടുപിടിക്കാനുള്ള തെളിവുകളും CCTV ദൃശ്യങ്ങളൊക്കെ തമ്പിയാണ് പോയി എടുത്തിരിക്കുന്നത്. തമ്പി ആരാണ്? ക്രിമിനലാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ക്രിമിനലാണ് അയാൾ. അപ്പം ഒരുപക്ഷെ ബാലുവിനൊക്കെ മൗനമായിട്ട് ഇതിലൊക്കെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സെലിബ്രിറ്റീസൊക്കെ പോകുമ്പോൾ ഇവർക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല? ഗൾഫിലോട്ട് പോയി വന്ന് ഇരുന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഇവരൊന്നും പോകുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർക്ക് കൂടുതൽ സ്പേസ് ഉണ്ട്. സാധാരണക്കാർ പോകുന്ന പോലെ അരിച്ചു പെറുക്കി അവൻ്റെ അച്ചാറും പിന്നെ ഉപ്പേരിയും എടുത്തു നോക്കുന്ന പോലെ ഒന്നും നോക്കത്തില്ല. ഇവർക്ക് കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവമൊന്നുമല്ലല്ലോ. ബാലു എന്ന കലാകാരനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ ഈ ബാലുവായിട്ട് കണക്റ്റഡായിട്ട് നിന്നവർ മൊത്തം എങ്ങനെ ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരായി? ഒന്നും ബാലു അറിഞ്ഞിട്ടില്ലേ? ബ്ലൈൻഡ് ആണോ? ബാലുവിൻ്റെ ഭാര്യ തീരെ അറിഞ്ഞിട്ടില്ല. അപ്പം സംതിങ് റോങ് അല്ലേ? ഞാൻ പറഞ്ഞതിൽ 1% നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് യോജിക്കുന്നില്ലെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.